ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷൻ ബോർഡിനെ കുറിച്ച് സംസാരിക്കാനാണ്. എന്താണ് വിഷൻ ബോർഡ് എന്നും വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. 2024 ഇവിടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കും. നമ്മൾ 2025ലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് പുതിയ കുറേ തീരുമാനങ്ങളുണ്ടാവും, പുതിയ കുറേ ആഗ്രഹങ്ങളുണ്ടാവും, പുതിയ കുറേ ലക്ഷ്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു തീരാൻ പോണ വർഷത്തിൽ നമുക്ക് നടക്കാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇതിനെയൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. വിഷൻ ബോർഡിനെ നമുക്ക് ഡ്രീം ബോർഡ് എന്നും വിളിക്കാം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പിക്ചർ രൂപത്തിൽ നമ്മളൊരു ബോർഡിൽ സ്റ്റിക്ക് ചെയ്യുന്നു. ഈ ഒരു വിഷൻ ബോർഡ് നമ്മൾ എന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരും, ഈ വർഷത്തിൽ എനിക്ക് ഇന്ന ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ട്, ഇന്നൊരു ലക്ഷ്യം എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളതായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ മനുഷ്യന്റെ ചിന്തകളെ കുറിച്ച് പഠിച്ചിട്ട് അവരുടെ ആർട്ടിക്കിൾ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തി ഒരു ദിവസത്തിൽ ഏകദേശം 12,000 തൊട്ട് 60,000 കാര്യങ്ങൾ വരെയാണ് ചിന്തിക്കുന്നതെന്ന്. 12,000 to 60,000 തോട്ട്സ് ആണ് മനസ്സിൽ കൂടെ പോകണേന്ന്. ഇത്രയും അധികം ചിന്തകൾ കടന്നു പോകുന്നതിന്റെ ഇടയിലും നമ്മളുടെ ഗോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? നമുക്ക് ലക്ഷ്യം കണ്ടെത്തണ്ടേ? അതിനുവേണ്ടി നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പം പ്രായ വ്യത്യാസം ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ വിഷൻ ബോർഡ് വ്യത്യാസമായിരിക്കും. ഇപ്പം എൻ്റെ ആഗ്രഹങ്ങളോ എൻ്റെ ലക്ഷ്യങ്ങളോ ആയിരിക്കില്ല എൻ്റെ കൂട്ടുകാർക്കുള്ളത്. ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. എൻ്റെ വിഷൻ ബോർഡിലേക്കുള്ള പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻവാസ് ബോർഡാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 12x10 ആണ്. ഇത് അയർലൻഡിൽ മിസ്റ്റർ പ്രൈസിൽ മേടിക്കാൻ കിട്ടും. ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഈ ക്യാൻവാസ് ബോർഡ് പല സൈസിൽ അവൈലബിൾ ആണ്, വലുതുമുണ്ട് ചെറുതുമുണ്ട്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് നമുക്ക് മേടിക്കാം. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. നേരത്തെ പെയിന്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പെയിന്റ് ചെയ്യൽ നടന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ബോർഡിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് എന്തൊക്കെയാണ് നമ്മൾ അടുത്ത വർഷത്തിലേക്ക് തീരുമാനിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ നോട്ട് നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതണം. അതായത് ഇപ്പോൾ ഒരു വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട്, അതുപോലെ പുതിയ ഒരു ജോലിയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലേക്കുള്ള ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എവിടെയാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ ലിസ്റ്റ് അനുസരിച്ചുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഇമേജസ് നമ്മൾ ഗൂഗിളിൽ പോയി ഇമേജസിൽ നിന്നോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ പോയിട്ട് അതിൻ്റെ അകത്തുനിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഡൗൺലോഡ് ചെയ്യുന്നതിനെല്ലാം കൂടി ഒരുമിച്ചാക്കി ഒരു A4 സൈസിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുന്നത് ഒരു പേജിലേക്ക് ആക്കിയിട്ട്, അതായത് ക്യാൻവ എന്ന് പറയുന്ന ആപ്പാണ് ഞാൻ ഉപയോഗിച്ചത്. അതിലേക്കാണ് ഞാൻ എൻ്റെ പിക്ചേഴ്സ് എല്ലാം കൂടി ഒരുമിച്ചാക്കി പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഈ ഒരു മെത്തേഡ് മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. ഇതിൽ എളുപ്പവഴിയായിട്ട്, ഇതിലും ക്ലാരിറ്റി ആയിട്ട്, ഇതിൽ കൂടുതൽ പിക്ചേഴ്സ് എടുക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രിന്റ് എടുത്തിരിക്കുന്നതിനെ ഓരോന്ന് വീതം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു ക്യാൻവാസ് ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. 2024 തുടക്ക സമയത്ത് ഇതുപോലൊരു ബോർഡ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മടി കാരണം ഞാനത് ചെയ്തില്ല, വിട്ടുപോയി. പക്ഷെ പിന്നീട് ഞാനൊരു ഡയറിയുടെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതാണ് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകുക എന്നുള്ളത്. അത് ഈ വർഷത്തിൻ്റെ അവസാനമായപ്പോഴേക്കും സാധിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു 2025ലേക്ക് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചെയ്യുന്ന കാര്യം റിയലിസ്റ്റിക് ആയിരിക്കണം കേട്ടോ. 20-25 വർഷത്തിന് ശേഷം നേടിയെടുക്കേണ്ട കാര്യങ്ങളല്ല നമ്മളിപ്പോൾ എഴുതുന്നത്. ഈ 2025 തുടക്കം തൊട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് 2025 May this year bring us peace, love and all our hearts desires എന്ന് പറഞ്ഞിട്ടാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഗ്ലേസിങ് പേപ്പറിലല്ല ഒട്ടിച്ചിരിക്കുന്നത്, നോർമൽ A4 പേപ്പറിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ഇതാണ്. ഇതെൻ്റെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലാണ്.
അപ്പോൾ ഈ വരുന്ന വർഷം യൂട്യൂബ് ചാനലിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ലൈബ്രറിയുടെ പിക്ചറാണ്. എനിക്ക് ബുക്സ് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം കുറച്ചും കൂടി മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പിക്ചർ. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വരുന്ന വർഷം 2 മാസത്തിൽ ഒരു ബുക്ക് വീതം 6 ബുക്സ് വായിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് ഈ 2 പിക്ചേഴ്സാണ്. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഞങ്ങൾക്ക് 2 പേർക്കും ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം അതിനൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ഒട്ടിക്കാൻ പോകുന്നത്. അടുത്ത ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റിക്കറാണ്, ന്യൂ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട്. എനിക്കിനി ലൈസൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത്. ലൈസൻസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും ഒരു വണ്ടിയും ആകാമല്ലോ. അങ്ങനെ ഓരോ പിക്ചേഴ്സ് വീതം ഞാനിവിടെ വേഗം വേഗം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിഷൻ ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് എൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഇത് ആദ്യമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്, പെർസ്യൂ യുവർ ഡ്രീംസ്. അപ്പം ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് റിമൈൻഡർ ആയിട്ടാണ് ഇത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ചാനലിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും അതുപോലെ എനിക്ക് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നെക്സ്റ്റ് ഒരു വീടിൻ്റെ പിക്ചറാണ്. ഈ വരുന്ന വർഷം ആഗ്രഹമുണ്ട് ഒരു വീട് വാങ്ങിക്കണമെന്ന്. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് സേവിങ്സിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വരും. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് ഓർമ്മ വരും. അതുപോലെ തന്നെ ഒരു കാറിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ന്യൂ ഡ്രൈവർ എന്നുള്ളത്. പുതിയ ലൈസൻസ് എടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. പുതിയ കാറ് വാങ്ങിക്കണം എന്ന ആഗ്രഹമുള്ളവരും ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്തയുണ്ടായിരിക്കും, ഏത് കാറ് മേടിക്കണം, ഏത് മോഡൽ മേടിക്കണം, എത്ര പ്രൈസ് വരെ എനിക്ക് പോകാം, എൻ്റെ സേവിങ്സ് അനുസരിച്ച് എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ഇത് കാണുമ്പം വരും. ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ എന്തുമാത്രം ഹാപ്പി ആണെന്നുള്ളത് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത്. ഞാനൊരു നേഴ്സാണ്. അപ്പം ഞാൻ എൻ്റെ ജോലിയിൽ ഞാൻ സന്തോഷമുള്ള ആളാവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഞാൻ ചെയ്യണം, അതായത് എൻ്റെ അറിവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ പഠിക്കണം, ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യണം. അതൊക്കെയാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനി ജോബ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. വേറൊരു കോഴ്സിലേക്ക് എനിക്ക് പോകാൻ പറ്റുമോ, എന്തൊക്കെ കോഴ്സാണ് അവൈലബിൾ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിട്ടുള്ളത്. അല്ല, ഇനി പുതിയൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ന്യൂ ജോബ് എന്നുള്ളൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. പുതിയ ജോലി നിങ്ങൾക്ക് അത്യാവശ്യമാണ്, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു സ്റ്റിക്കർ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അതുപോലെ പോസ്റ്റ് കാർഡിൻ്റെ ഒരു പിക്ചർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഈ വരുന്ന വർഷം എനിക്ക് വളരെ പ്രിയപ്പെട്ട കുറച്ച് പേർക്ക് കുറച്ച് കാർഡ്സ് എനിക്ക് സെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ദിവസത്തിൽ പലതവണ പറയുകയും എന്നെ തന്നെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുകയും ചെയ്യുന്ന ഒരു ബൈബിൾ വാക്യമാണ് ഞാൻ എൻ്റെ മിഡിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് എൻ്റെ ഒരു ചെറിയ വിഷൻ ബോർഡ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഓരോന്ന് അക്കംപ്ലിഷ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിൽ വേണമെങ്കിൽ ടിക്കിട്ട് വലിയ ടിക്കിട്ട് പോവുകയും ചെയ്യാം. എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ അവർക്കത് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്, വളരെയധികം ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരിക്കും അവർ കാത്തിരിക്കുന്നത്. അപ്പോൾ അത് റിമൈൻഡ് ചെയ്യാൻ, അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സ്റ്റിക്കർ ഒട്ടിക്കാം. ക്യാഷ് സേവ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വർഷമായിക്കോട്ടെ ഇല്ല, ഈ ഒരു വർഷം മുഴുവനും സേവ് ചെയ്തെങ്കിൽ അതിൻ്റെ അടുത്ത വർഷത്തേന് നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാനോ അച്ചീവ് ചെയ്യാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ മണി സേവ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വാലറ്റിൻ്റെയോ അല്ലെങ്കിൽ മണി ബാഗിൻ്റെയോ ഒക്കെ സ്റ്റിക്കർ ഒട്ടിച്ചാൽ നമ്മളെ എപ്പോഴും അത് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്തൊക്കെ പോയാലും ബിലീവ് ഇൻ യുവർ സെൽഫ്, ആ ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും വേണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ കഴിവിൽ ഒരു ഉറപ്പുള്ളവരായിരിക്കണം. ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കൂടുതലൊരു സ്റ്റിക്കറും കൂടി ആവാം. അമേസിങ്, യു ഹാവ് ഡൺ ഇറ്റ്, എക്സലൻറ്റ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വയ്ക്കുക. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇതിനൊക്കെ ഇത്ര സമയം കളയണോ എന്ന്. ഇതൊക്കെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയൊന്നും ഡെക്കറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരു പേപ്പറിലേക്ക് മാറ്റി ജസ്റ്റ് പ്രിന്റ് എടുത്ത് ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതി. അതുപോലെ വേറെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, കൈൻഡ് വേർഡ്സ് ആർ ലൈക്ക് ഹണി സ്വീറ്റ് ടു ദ സോൾ. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു.
നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും മധുരമുള്ളതായിരിക്കണം, ആരെയും വിഷമിപ്പിക്കുന്നതായിരിക്കരുത്. അതും എൻ്റെ ഒരു ന്യൂ ഇയർ ഗോളിൽ പെടുന്നതാണ്. അപ്പം ഇതൊരു ഡെയിലി റിമൈൻഡറാണ്. നമ്മളെ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തും നമ്മൾ ഈ ഒരു വർഷത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പരിശ്രമിക്കൂ, നേടിയെടുക്കൂ എന്നൊക്കെ നമ്മൾ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ബോർഡ് കിട്ടിയില്ലെങ്കിലും ഒരു A4 ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചാലും മതി. എന്നും കാണുമ്പോൾ നമ്മൾ ഓർക്കുമല്ലോ, അതിലെ ഒരു കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പം ഈ 2025 എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ബൈ.